പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടേന്, നിങ്ങൾ വീട് പണി സമയത്ത് എന്തെങ്കിലും ദിക്കറൊക്കെ ചൊല്ലിയിട്ടുണ്ടേനോ വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് റിപ്ലൈ ഞാൻ ഒരു വീഡിയോയിൽ തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനതങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അതിന് റിപ്ലൈ തരേ. ഞാനുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാനുള്ള ദിക്കറും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ഞാനത് ചിലപ്പോൾ കുറച്ച് 21 വട്ടം അങ്ങനെയൊക്കെ ചെല്ലാനുള്ളതൊക്കെ കേൾക്കാമല്ലോ. അപ്പം ഞാൻ 1-2 ദിവസമൊക്കെ അത് നല്ല ഉഷാറിൽ കൊണ്ടിടക്കും കേട്ടോ. ചിലപ്പോൾ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലാനുള്ളതേക്കാരം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലാനുള്ളതേക്കാരം. അപ്പോൾ 1-2 ദിവസമൊക്കെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടെടുക്കും. പക്ഷേ 3-4 ദിവസം ആകുമ്പോഴത്തേനും ഞാനത് ഇട്ട് വെക്കും കേട്ടോ. എനിക്ക് ആ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ നിസ്കരിച്ചാണ്ട് വേഗം എണീച്ച് പോകല്ലേ, കാരണം അത് ചെല്ലിയിരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതിന് ശേഷം അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഒരു ദിക്കറും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ചെല്ലണൊരു കാര്യം എന്താ വെച്ചാൽ, ചെയ്യണൊരു കാര്യം, ഞാൻ 5 വക്ത് നിസ്കാരം കഴിയുമ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കുവേനും പടച്ചവനെ വീട് പണി എളുപ്പം ശരിയായി കിട്ടാനും ഒക്കെ എല്ലാം റാഹത്തായിട്ട് നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ 5 വക്തിനും ദുആ ചെയ്യുമായിരുന്നു. പടച്ചവന് ആ ദുആ സ്വീകരിച്ചും ചെയ്തിരിക്കുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് മനോഹരമായിട്ട് വീട് പണിയൊക്കെ നടന്നിട്ടുണ്ടായിനി. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് ടിപ്സും കൂടി പറഞ്ഞേരെ. വീട് പണി സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ചിലർക്കൊക്കെ അറിയുന്ന ഈ കാര്യം, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ മെയിനായിട്ടുള്ള കാര്യം പൈസൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. പൈസ നമ്മൾ എത്രത്തോളം മാക്സിമം നമുക്ക് ചുരുക്കി ചിലവാക്കാൻ പറ്റണോ, സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പൈസ എസ്ക്കി പിടിച്ചെങ്കിലുള്ളൂ ഈ വീട് പണി സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കരകയറാൻ പറ്റുക. കാരണം നമ്മൾ വിചാരിച്ചതേക്കാൾ പൈസ ചിലവാകുന്ന ഒരു ടൈമാണ് കേട്ടോ. നമ്മൾ ഇപ്പം കരാറ് കൊടുക്കുകയാണെങ്കിലും ഒരു സംഖ്യക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരാറ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ അപ്പുറത്തെ പൈസ നമുക്ക് ചിലവാകും കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച മാതിരിയാവില്ല, ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് പൈസ ചിലവാകും. അപ്പം ഞാൻ ചെയ്യണ ഒരു കാര്യം എന്താ വെച്ചാൽ, ഡ്രസ്സിങ് ഞങ്ങൾ കുറച്ചിട്ടുണ്ടേനി കേട്ടോ. ഡ്രസ്സ് അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ ഡ്രസ്സ് എടുക്കണമല്ലൊന്നല്ല. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു വർഷം വീട് പണി നടക്കുന്ന ആ വർഷം ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഞാനൊരു ഡ്രസ്സ് എടുത്തത് ഒരു നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ വീട് പണി തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിറ്റത്തെ റമദാനിൽ നമ്മൾ ആ ചെറിയനാക്ക് ആണ് കേട്ടോ എല്ലാവർക്കും ഒരുമിച്ച് ഓരോ കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന്. ആ ഡ്രസ്സ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ വലിയനാക്കും നമ്മൾ ഹൗസ് വാമിങ്ങിനും ഒക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ.